ലൈവിൽ ഇപ്പോൾ വല്ലാത്തൊരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആദില നൂറ ഇവരെ രണ്ടുപേരെ നമുക്ക് വെറുപ്പിച്ച് നമ്മളെ അങ്ങ് ആ ശൈത്യയുടെ വഴിയിലേക്ക് ആദിലേനെ നൂറേനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. ഏതായാലും ലൈവിലെ ആ ഒരു വലിയ സംഭവം എന്താണെന്ന് ഞാൻ ഷെയർ ചെയ്യാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണണമെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ആ ഒരു ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക് ആണ്, ഒരു മോർണിംഗ് ആക്ടിവിറ്റി പോലെ. അവർക്ക് വന്നിട്ട് അവരുടെ ഓരോരുത്തരുടെയും ഒരു ബെസ്റ്റ് നിമിഷം, ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചൊക്കെ പറയാണ്. ബിഗ് ബോസ് ഉദ്ദേശിച്ചത് ഈ വലിയൊരു വഴക്കൊക്കെ അതൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ എല്ലാവരും വന്ന് നല്ല രീതിയിൽ, എസ്പെഷ്യലി ഇപ്പം ബിന്നിയും മറ്റേ നമ്മുടെ മസ്താനിയൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് അവരുടെ കാര്യം നോക്കി പോയി. പിന്നെ അനുമോള് വന്നിട്ടുണ്ടായിരുന്നു. അനുമോള് വന്നപ്പോൾ ശൈത്യ, നൂറ, ആദില, അനീഷേട്ടൻ ഇങ്ങനെ എല്ലാവരുടെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാവരുടെയും കാര്യങ്ങൾ സംസാരിച്ച് എല്ലാവരോടും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്ത് നൈസായിട്ട് പോയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ നൂറ അന്നേരം ഹഗ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് അനുമോള് മൈൻഡ് ചെയ്തില്ല. പക്ഷെ അനീഷേട്ടനെ ഹഗ് ചെയ്യുന്നു പറഞ്ഞ് എല്ലാവരും കിടന്ന് ബഹളം വെച്ചു. അവർ ജസ്റ്റ് ഒരു ചെറിയൊരു ഹഗ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് പോയിരുന്നത്. പിന്നെ അഭിയെ കുറിച്ച് അനുമോൾ എടുത്തു പറയുന്നുണ്ട്. ബിക്കോസ് അഭി പുറത്തും അകത്തും ഒക്കെ അങ്ങനെ വലിയ ബാക്ക് സ്റ്റാബിങ് പരിപാടിയൊന്നും ഇല്ല. കഴിഞ്ഞത് കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് അഭിയൊക്കെ പെരുമാറുന്നത്. അതുപോലെ ജിഷിൻ പുറത്തെന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അകത്ത് വന്നിട്ട് മര്യാദയ്ക്ക് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. എന്നാൽ മറ്റേ അനീഷ് വന്നിട്ട് സംസാരിച്ചത് മൊത്തം ഷാനവാസിനെ കുറിച്ച്. നൂറ വന്നിട്ട് ഈ പറയുന്ന അനുമോളെ കുത്തി ഓരോന്ന് പറയാണ്. വെറുതെ അനുമോളുടെ പേരെടുത്തിട്ടത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് അനു ആണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉപദേശിച്ച് തരും, നല്ലതാണ് അത് ഇത്. പിന്നെ പിണങ്ങി കഴിഞ്ഞാൽ മൈൻഡ് പോലും ചെയ്യത്തില്ല. പിന്നെ പിണങ്ങി കഴിയുമ്പോൾ പിന്നെ മടി പിടിച്ചെടുത്തി ഓമനിക്കണോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദില വരുന്നുണ്ടേ. ആദില ശരിക്കും പറഞ്ഞാൽ ഒരു വൃത്തികെട്ട കണ്ണിങ് ക്യാരക്ടർ ആദിലയ്ക്ക് ഉണ്ട്. ശരിയാണ്, ആള് ഭയങ്കര ബുദ്ധിമതിയാണ്. ആദിലയുടെ കണക്കൊരു ബുദ്ധി എന്ന് പറയുന്നത് ഇപ്പം നമ്മളടുത്ത് പോലും മിക്കവാറും എല്ലാം സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ അടുപ്പിക്കാൻ കൊള്ളത്തില്ല, അത് വേറെ കാര്യം. എങ്കിലും ആദിലയുടെ ഒരു ബുദ്ധി എന്ന് പറയുന്നത് ഒരു ഇത്തിരി കടന്ന ബുദ്ധിയാണ്. അപ്പൊ ഈ ശൈത്യ പറഞ്ഞിരിക്കുന്ന എല്ലാം കേട്ട് അതേപടി വിശ്വസിച്ചിട്ട് ഈ ശൈത്യയെ അവിടെ അങ്ങ് വെള്ള പൂശി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അനുമോളുടെ പേരെടുത്തിട്ടതുപോലെയാണ്. അതായത് സംസാരിച്ച കാര്യങ്ങളിലേക്ക് കടക്കാം. സംഭവം അവിടെയുള്ള എല്ലാവരെ കുറിച്ചും നല്ലത് പറഞ്ഞു കൊണ്ടുവന്നിട്ട് എൻ്റെ അനുക്കുട്ടി ചേച്ചിയെ കുറിച്ച് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് നിനക്ക് ഡ്രൈ ഡേ, അതായത് ഈ ക്യാമറ ലൈവ് ടെലികാസ്റ്റ് ചെയ്യാത്തൊരു ടൈമുണ്ട്. അപ്പൊ ആ ടൈമിൽ ക്യാമറ കാണാൻ പാടില്ലാത്ത, ബിഗ് ബോസ് കേൾക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ. നൂറ കിടന്ന് പോത്തുപോലെ ഉറങ്ങും, പക്ഷെ ഞാനും അനുമോളും കൂടിയാണ് പുതപ്പിന്റെ അടിയിൽ കിടന്ന് ഓരോ കഥകളൊക്കെ പറയുന്നത് എന്ന് പറയുന്നുണ്ട്.